സസ്പെൻസിന് അവസാനമിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന നിമിഷങ്ങളിൽ ആ പ്രഖ്യാപനമെത്തി. വയനാടിന് പുറമെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയം ഇന്ന് 3 മണിക്ക് അവസാനിക്കുമെന്നിരിക്കെ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. റായ്ബറേലിയിലെ സിറ്റിംഗ് എംപിയായ സോണിയ രാജ്യസഭയിലേക്ക് പോയതോടെയാണ് ഇവിടെ കോൺഗ്രസിന് പകരക്കാരനെ കണ്ടെത്തേണ്ടി വന്നത്. 2019 സോണിയോട് പരാജയപ്പെട്ട ദിനേശ് പ്രതാപ് സിംഗിനെ തന്നെയാണ് BJP റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മെയ് 20-നാണ് വോട്ടെടുപ്പ്. 2019-ലും രാഹുൽ 2 മത്സരങ്ങളിൽ മത്സരിച്ചിരുന്നു. അന്ന് വയനാടിന് പുറമെ അമേഠിയിലായിരുന്നു രാഹുൽ മത്സരിച്ചത്. 2004 മുതൽ തുടർച്ചയായി 3 തവണ ജയിച്ച അമേഠിയിൽ 2019-ൽ BJPയുടെ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. ഇക്കുറി രാഹുൽ അമേഠിയിൽ മത്സരിക്കണമെന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം നേതൃത്വം പരിഗണിച്ചില്ല. അമേഠിയിൽ സോണിയയുടെയും രാഹുലിന്റെയും വിശ്വസ്തനായ കിഷോർ ലാൽ ശർമ്മ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയെ നേരിടും. റായ്ബറേലിയിലും അമേഠിയിലും രാഹുലിന്റെയും സോണിയയുടെയും പ്രതിനിധിയായി ചുമതലകൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് ശർമ്മയാണ്. നെഹ്റു കുടുംബത്തിലെ വിശ്വസ്തൻ കൂടിയാണ് ശർമ്മ. അമേഠിയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെയും പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് സമിതി നിർദ്ദേശിച്ചെങ്കിലും പ്രിയങ്ക തയ്യാറായില്ല. കോൺഗ്രസിന്റെ തട്ടകമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി പാട്ടും പാടി വിജയിക്കുമെന്നത് ഉറപ്പാണ്. വയനാട്ടിലും രാഹുലിന് തന്നെയാണ് മേൽക്കൈ. അങ്ങനെ 2 മണ്ഡലത്തിലും വിജയിച്ചാൽ രാഹുൽ ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കുക? രാഹുലിന്റെ ഇരട്ട സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന രാഷ്ട്രീയ ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിലെ MP സ്ഥാനമായിരിക്കും രാഹുൽ രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി കഴിഞ്ഞു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. ഏപ്രിൽ 20-ന് ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയുടെ 2ാം സ്ഥാനാർത്ഥിത്വം പ്രവചിച്ചത്. കോൺഗ്രസിന്റെ യുവരാജാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും ഓടി തെക്കേ ഇന്ത്യയിൽ വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിയാനാണ് അദ്ദേഹം കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സീറ്റിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നും പ്രഖ്യാപനം ഏപ്രിൽ 26-ന് ശേഷം വരുമെന്നും കോൺഗ്രസ് നേരത്തെ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞുവെന്നുമായിരുന്നു പ്രധാനമന്ത്രി അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ഈ പ്രവചനം അച്ചട്ടായി മാറിയിരിക്കുകയാണ്.